ഹലോ, വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് ലാവൻഡർ ലൈറ്റ്സ്. അപ്പോൾ ഇന്ന് നമുക്കൊരു ക്രിസ്മസ് റീത്ത് ഉണ്ടാക്കാം. ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് നമ്മൾ ചെടിയൊക്കെ നനയ്ക്കാൻ ഉപയോഗിക്കുന്ന പൈപ്പ് വട്ടത്തിൽ ഒട്ടിച്ച് വെച്ചതാണ്. സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ഗാർലൻഡ് ചുറ്റി അതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്രിസ്മസ് റീത്ത് റെഡിയാവും. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ്, ഗാർലൻഡ് നമുക്കിതിൻ്റെ ചുറ്റി ഒട്ടിക്കണം. അപ്പം ഞാനിവിടെ ഒരു ഡബിൾ സൈഡഡ് ടേപ്പ് യൂസ് ചെയ്തിട്ട് ഇവിടെ ഒട്ടിച്ചിട്ട് പിന്നെ ഫുൾ ഇവിടെ വീണ്ടും ഒന്നും കൂടെ ഒട്ടിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇനി ഇതിങ്ങനെ ഈ ഒരു റിങ് മുഴുവനായിട്ട് ഇത് ചുറ്റി കൊണ്ടുവരണം. അങ്ങനെ ഗാർലൻഡ് മുഴുവൻ ചുറ്റിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ കൂടെ ഒന്ന് ഒരു ഡബിൾ സൈഡഡ് ടേപ്പോ സെലോ ടേപ്പോ വെച്ച് ഒന്ന് സെക്യൂർ ചെയ്ത് വയ്ക്കണം. ഇല്ലെങ്കിൽ ഇതിവിടെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഫുള്ളായിട്ട് വിട്ടുപോരും. അപ്പോൾ ഇവിടെയും കൂടെ നമുക്കൊന്ന് ഒരു ഡബിൾ സൈഡഡ് ടേപ്പ് ഇട്ടിട്ട് അങ്ങനെ ടേപ്പ് കൊട്ടിച്ച് നമ്മുടെ റീത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഡെക്കറേറ്റീവ് ഐറ്റംസും കാര്യങ്ങളൊക്കെ വെച്ച് നമുക്കിതിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളി ക്രിസ്മസ് റീത്ത് ആവും. ഇതിലേക്ക് ഞാൻ കുറച്ച് ബോൾസും പിന്നെ ഒരു ബോയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതൊക്കെ കൊടുക്കാം. പിന്നെ കുറച്ച് ഫ്ലവേഴ്സിൻ്റെ പ്ലാസ്റ്റിക് ഫ്ലവേഴ്സിൻ്റെതും കൂടെ എൻ്റെ കയ്യിലുണ്ട്. പറ്റുമെങ്കിൽ നമുക്കിതും കൂടെ അതിലേക്ക് ആഡ് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് ഈ ഫ്ലവേഴ്സും ബോൾസും തന്നെ ധാരാളമായിരിക്കും. ഇത് ഇവിടെ വെക്കുന്നതിനേക്കാൾ ഇവിടെ വെക്കണതായിരിക്കും അല്ലേ കുറച്ചുകൂടെ ബെറ്റർ. എന്ത് പറയണോ, അതോ താഴെ വെക്കണോ? ഈ ബോ ഞാൻ A4 ഷീറ്റ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കളറിലുള്ള. അങ്ങനെ ഒരു റെഡ് കളർ A4 ഷീറ്റ് വാങ്ങിച്ച് അതിൽ ബോ വരച്ചൊട്ടിച്ചിട്ട് പുറകിലൊരു കാർഡ്ബോർഡിൻ്റെ നമുക്ക് ഈ തുണീൻ്റെ ഒക്കെ കവർ കിട്ടുമല്ലോ, ആ കവറിൻ്റെ പേപ്പർ കൂടെ ഒട്ടിച്ചിട്ടുണ്ട് ഒരു ബലത്തിന് വേണ്ടിയിട്ട്. ഇത് നമുക്ക് ഇവിടെ ഇങ്ങനെ അടിയിലിങ്ങനെ സെക്യൂർ ചെയ്തു. അങ്ങനെ നമ്മൾ താഴെ നമ്മുടെ ബോ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഇതിന് ചുറ്റും കുറച്ച് ബോൾസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയുണ്ട്. അതുകൂടെ ചെയ്യാം. അങ്ങനെ നമ്മുടെ ക്രിസ്മസ് റീത്ത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സാധാരണ ചിലരൊക്കെ ഇത് മേശപ്പുറത്ത് വെക്കുന്ന കാണാറുണ്ട്, ചിലത് വാതിലിൻ്റെ ഒക്കെ മുമ്പിലൊക്കെ വെക്കാറുണ്ട്. നമുക്ക് തൽക്കാലം വേണ്ടി അലമാരയിൽ സെറ്റ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എൻ്റെ ക്രിസ്മസ് റീത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ. ഇനി ഇതുകൊണ്ട് ഞാൻ കുറച്ച് ഷോ ഓഫ് കളിക്കാം.